What is Gabrielle Roy's contribution to French-Canadian writing? Roy Gabriel is a Canadian novelist whose first work, Ben-Hur D'Occasion, is a classic of social realism and a landmark in Quebec literature. Breaking with the tradition of the rural novel, it depicted the poverty and social deprivation of the francophone working class of Montreal at the time of World War II, with a pathos that is typical of her work and with a breadth of vision that she never again equaled, apart from Alexander Chenwert, in which the theme of urban alienation is articulated through the figure of a lonely bank clerk, and La Montagne regards a somewhat laboured allegory of painter in quest of his ideal. Her subsequent works are lighter in scope and more personal in tone. Many of them are fictional sketches of semi-autobiographical short stories set in her native Manitoban prairies. La Petite Paul de Aurau, Tremblater, La Route d'Allemande. These are the many works of their. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗബ്രിയേൽ റോയ് ഫ്രഞ്ച് കനേഡിയയിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാശാലിയായ എഴുത്തുകാരിൽ ഒരാളാണ്. അവരുടെ ഫ്രഞ്ച് കനേഡിയൻ സാഹിത്യത്തിലെ നവീനതയ്ക്കും അന്തർദേശീയ അംഗീകാരത്തിനും വഴിയൊരുക്കി. പ്രധാന സംഭാവനകൾ എന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിച്ചു. റോയിയുടെ കൃതികൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ആഴത്തിൽ ചേർന്നു നിൽക്കുന്നു. തൊഴിലാളി വർഗം, സ്ത്രീകൾ, പാവപ്പെട്ടവർ, കുട്ടികൾ തുടങ്ങിയവരുടെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ അവരുടെ നോവലുകൾ മുഖേന പ്രസ്തുതമാക്കുന്നു. ഇത് ഫ്രഞ്ച് കനേഡിയൻ സാഹിത്യത്തിൽ ഏറെ ദൃശ്യമല്ലാതിരുന്ന ഒരു സമൂഹ ചിന്തയെക്കുറിച്ചുള്ള എഴുത്തിൻ്റെ തുടക്കമായിരുന്നു. സ്ത്രീ ജീവിതത്തെ മുഖ്യധാരയാക്കി. റോയിയുടെ കൃതികളിൽ സ്ത്രീകളുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും ജീവിത സമരങ്ങളും മുഖ്യ പ്രമേയങ്ങളായി ഉയരുന്നു. അതിലൂടെ അവർ കനേഡിയൻ സാഹിത്യത്തിലെ സ്ത്രീ ശബ്ദങ്ങൾക്ക് വേദിയൊരുക്കി. റോയിയുടെ ഫ്രഞ്ച് ഭാഷാ പ്രയോഗം അതീവ നയമൊരുക്കുന്നതാണ്. ലാളിത്യവും കാവ്യാത്മകതയും ഒരുമിച്ച് നയിക്കുന്ന അവരുടെ ഭാഷാ ശൈലി ഫ്രഞ്ച് കനേഡിയൻ എഴുത്തിൽ ഭാഷയുടെ സാധ്യതകൾ വിപുലീകരിച്ചു. മാനിറ്റോബയിലെ സ്വദേശം ഉൾപ്പെടെയുള്ള കാനഡയിലെ ചെറിയ ഗ്രാമങ്ങളെയും നഗരജീവിതത്തെയും ആഴത്തിൽ കാണിച്ച റോയ് ആഗോളതലത്തിൽ കാനഡയെ പ്രതിനിധീകരിച്ചു. അവരുടെ കൃതികൾ പാഠപുസ്തകങ്ങളായി ഉൾപ്പെടുത്തപ്പെട്ടു. അതിലൂടെ വിദ്യാർത്ഥികളിലും പുതുതലമുറ എഴുത്തുകാരിലും ചിന്താഭിമുഖതയ്ക്ക് വഴിയൊരുക്കി. ഗബ്രിയേൽ റോയ് ഫ്രഞ്ച് കാനഡയിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ, സ്ത്രീകളുടെ അനുഭവങ്ങളെയും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെയും സാഹിത്യത്തിലേക്ക് എടുത്തുവന്ന് അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടാൻ സഹായിച്ചു. അവരുടെ സാഹിത്യരചനകൾ കനേഡിയൻ ഫ്രഞ്ച് സാഹിത്യത്തെ ലോകോന്നതിയിൽ ഉയർത്താൻ നിർണായകമായി. അങ്ങനെ സാഹിത്യത്തിലും പ്രാദേശികതയെ ആഗോളതലത്തിലേക്ക് ഒന്നിച്ചു നിർത്തിയും ഭാഷയുടെ സൗന്ദര്യത്തെ എടുത്തു കാണിച്ചും സ്ത്രീ ജീവിതത്തെ മുഖ്യധാരയിലാക്കിയും സാമൂഹിക യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിച്ച ആളാണ് ഗബ്രിയേൽ റോയ്.